Good morning, children. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? Ta, ta, da, ta, na. അല്ലേ? ഇതുവരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? Ta, ta, da, ta, na പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത വ്യഞ്ജനാക്ഷരം എന്താണെന്നറിയോ? Ta. എന്താണ്? Ta. അതെങ്ങനെ ഹിന്ദിയിൽ എഴുതണം നോക്കാം. ആദ്യം ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുക, ദെൻ ദേ ഇങ്ങനെ വരയ്ക്കുന്നു. ഇതാണ് ത. എന്താണത്? സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുന്നു, ദേ ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ. ഇതാണ് ത. ഇനി താ വെച്ചിട്ട് വരുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേജ് നമ്പർ 27 എടുക്കുക. ആ 27ല് ഫസ്റ്റ് പിക്ചർ നോക്കൂ. അതെന്താണത്? നിങ്ങളെ ടോപ്പ് സിംഗറും ഇതൊക്കെ കാണുന്നതില് നമ്മൾ പാട്ട് പാടുമ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഇരുന്നിട്ട് അവരെന്ത് ചെയ്യും? ഒരു കീബോർഡും ഫ്ലൂട്ടും ഇതൊക്കെ വായിക്കാറുണ്ട് അല്ലെ? അതിനോടൊപ്പം ഈ സാധനവും വായിക്കാറുണ്ട്. ആ ഇൻസ്ട്രുമെന്റ് ഏതാണെന്നറിയോ? ഏതാണത്? പാട്ടിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുക്കുന്നതാണ്. അതിനുപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണത്. കൂടുതലായിട്ട് മ്യൂസിക്കിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതെന്താണത്? തബല. എന്താണ്? താസെ തബല. അത് ഹിന്ദിയിൽ തബല എന്ന് പറയും, ഇംഗ്ലീഷിലും തബല എന്ന് തന്നെയാണ്, മലയാളത്തിലും തബല എന്ന് തന്നെയാണ് അതിനെ പറയുന്നത്. എന്താണത്? അത് എന്ത് ഇൻസ്ട്രുമെന്റ് ആണത്? തബല. താസെ തബല. മനസ്സിലായോ? അതെന്താണത്? താസെ തബല. ഇനി അടുത്ത പിക്ചർ നോക്കൂ. അതൊരു ഫ്രൂട്ട് ആണ് അല്ലേ? നമ്മൾ വേനൽക്കാലത്തൊക്കെ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. നല്ല അതിനുള്ളിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. റെഡ് കളറിൽ നിറയെ ബ്ലാക്ക് സീഡൊക്കെ ഉള്ള ഒരു നല്ല ഭംഗിയുണ്ട്. അതായത് നല്ല മധുരമുണ്ട്. കഴിക്കാൻ നിറയെ വെള്ളത്തിന്റെ വാട്ടർ കണ്ടന്റ് കൂടിയ ഒരു ഫ്രൂട്ടാണത്. അത് ഏതാണ് ആ ഫ്രൂട്ട്? പറയൂ, ആ ഫ്രൂട്ട് ഏതാണിത്? നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട് അല്ലേ? അതേത് ഫ്രൂട്ടാണിത്? ആ, തണ്ണിമത്തൻ. നമ്മൾ വേനൽക്കാലത്തൊക്കെ നമ്മൾ ക്ഷീണിച്ച് വരുമ്പോ ഈ തണ്ണിമത്തൻ കഴിക്കാറുണ്ട് അല്ലെ? അത് ജ്യൂസ് ആക്കിയിട്ടും വെറുതെ പച്ചക്കൊക്കെ നല്ല ഇങ്ങനെ കടിച്ചു തിന്നാൻ നല്ല മധുരമാണ് അല്ലെ? നല്ല ഇഷ്ടമാണ് അല്ലെ? എല്ലാവർക്കും അത് ഇഷ്ടമാണ് അല്ലെ? നിറയെ ഇങ്ങനെ കഴിക്കുമ്പോ തന്നെ നല്ല വാട്ടർ കണ്ടന്റ് നിറയെ ഉണ്ട് അല്ലെ അതിന്? ആ തണ്ണിമത്തന് എന്താണെന്നറിയോ ഹിന്ദിയിൽ പറയുന്നത്? തർബൂജ്. എന്താണ്? തർബൂജ്. താസെ തർബൂജ്. വാട്ടർമെലൺ. താസെ തർബൂജ്. വാട്ടർമെലൺ. ഇനി അടുത്തത് നോക്കൂ. നമ്മുടെ കടകളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനത്തെ ഒന്നും കാണാൻ വഴിയില്ല. നേരത്തെ കുറച്ചു കാലം മുൻപൊക്കെ ഇതെല്ലാ കടകളിലും ഉണ്ടായിരുന്നു. ഇപ്പൊ ചില കടകളിലും മീൻകാരനൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കൊണ്ടുവരിക. ഈ സാധനം മീനൊക്കെ ഇങ്ങനെ നമുക്ക് തൂക്കിത്തരാൻ വേണ്ടിയിട്ട് മീൻകാരനാണ് ഇപ്പൊ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത്. ഇപ്പൊ കടകളിലൊക്കെ, പണ്ട് കടകളിലും എല്ലാം അവിടെ ഇത് ഉണ്ടായിരുന്നു. അതെന്താണത്? നിങ്ങൾക്ക് നമ്മളൊക്കെ സാധനമൊക്കെ നമ്മൾ 1 കിലോ പഞ്ചസാര എന്ന് പറയുമ്പോൾ ഇതിൽ വെച്ച് നമ്മൾക്ക് അളന്നിട്ടാണ് അവരത് തരുന്നത്, തൂക്കിയിട്ടാണ് അവരത് തരുന്നത്. അതെന്താണെന്നറിയോ? ബാലൻസ് അല്ലേ? നമ്മുടെ ബാലൻസ്, വെയിറ്റ് നോക്കുന്ന ബാലൻസ് ആണത് അല്ലേ? ആ ബാലൻസിന് എന്താണെന്നറിയോ ഹിന്ദിയിൽ പറയാ? തരാജു. എന്താണ് പറയാ? തരാജു. എന്താണ് പറയുന്നത്? തരാജു. താസെ തരാജു. തരാജു. താസെ തരാജു. ബാലൻസ്. ഓക്കെ, നമ്മളിങ്ങനെ വെയിറ്റ് ഒക്കെ നോക്കാൻ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ തൂക്കം നോക്കുന്നതിനെ ത്രാസ്. ത്രാസ് എന്ന് മലയാളത്തിൽ അതിനെ പറയും. ഇംഗ്ലീഷിൽ ബാലൻസ് എന്ന് പറയും, ഹിന്ദിയിൽ അതിനെ പറയും തരാജു എന്ന് പറയുന്നത് തരാജു. ഇനി അടുത്തത് നോക്കൂ. അടുത്ത പിക്ചർ എന്താണ്? നിങ്ങൾ സിനിമയിലും ഇതിലൊക്കെ കാണാനല്ലേ? യുദ്ധം ചെയ്യുമ്പോൾ അവർ ഇങ്ങനെ വീശുന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സിലും ഒക്കെ ഉണ്ട്. എല്ലാ ഫിലിംസിലും നമ്മളത് കാണാറുണ്ടല്ലേ? യുദ്ധം ചെയ്യുമ്പോൾ ഈ സാധനം ഉപയോഗിച്ചിട്ടൊക്കെയാണ് അവരിങ്ങനെ എന്താണ് യുദ്ധം ചെയ്യുന്നത് അല്ലെ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് എന്താണത്? വാളാണ് അല്ലേ? ആ വാളിന് എന്താണെന്നറിയാം ഹിന്ദിയിൽ പറയാ? തൽവാർ. താസെ തൽവാർ. ഇംഗ്ലീഷ് അതിന് സ്വാഡ് എന്ന് പറയും. ഇംഗ്ലീഷ് അതിന് എന്ത് പറയും? സ്വാഡ് എന്ന് പറയും. ഹിന്ദിയിൽ അതിന് എന്ത് പറയും? തൽവാർ. താസെ തൽവാർ. അപ്പൊ താ വെച്ചിട്ടുള്ള 4 വേർഡ്സ് നിങ്ങൾ പഠിച്ചില്ലേ? എന്തൊക്കെയാണ്? താസെ തബല. തബല ഇംഗ്ലീഷിലും തബല തന്നെയാണ്. പിന്നെയോ താസെ തർബൂജ്. വാട്ടർമെലൺ. തണ്ണിമത്തനെ തർബൂജ് എന്ന് പറയും. ഇനിയോ ത്രാസിനെ ബാലൻസിന് എന്ത് പറയും? താസെ തരാജു. എന്ത് പറയും? തരാജു. ഇനി അടുത്തോ സ്വാഡ്. വാളിനെ എന്ത് പറയും ഹിന്ദിയിൽ? താസെ തൽവാർ. അപ്പൊ താ പഠിച്ചില്ലേ? ഇങ്ങനെ എഴുതുന്നതാണ് ത. ഇനി താ കഴിഞ്ഞാൽ അടുത്ത വ്യഞ്ജനാക്ഷരം ഏതാണെന്നറിയോ? ത ഥ. അതെങ്ങനെയാ എഴുതുന്നത്? ദേ ഇങ്ങനെ കുനിപ്പിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ കൂടെ വരയ്ക്കാം. ഇതാണ് ധ. എന്താണ്? ത ഥ.
എങ്ങനെയാണ്? ഒരു കുഞ്ഞു കുനിപ്പിട്ടിട്ട് ദേ ഇങ്ങനെ തിരിച്ചിങ്ങനെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഇങ്ങനെ വളച്ചെടുത്ത് പിന്നെ എന്താണ് ഒരു സ്റ്റാൻഡിങ് ലൈൻ അതിലൂടെ വരയ്ക്കുന്നു. ധ. ഈ ധ വെച്ചിട്ട് വരുന്ന വാക്കുകൾ നോക്കാം. ഫസ്റ്റത്തെ പിക്ചർ എന്താണെന്നറിയോ? ആന്റിക്ക് വീട്ടിൽ പശുവൊക്കെ ഉണ്ട്. പശു ഉണ്ടോ? കുറച്ച് പേരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ പശുവിനെ പാല് കറക്കുന്നത് നിങ്ങൾ പോയി നോക്കാറുണ്ടോ? ഉള്ളവരെ, പശു ഉള്ളവരെ പോയി കറക്കുന്നത് നോക്കാറുണ്ടോ? ഉണ്ട് അല്ലേ? ആ പശുവിന്റെ പാല് കറക്കുന്ന ഭാഗമില്ലേ, അതിന് പറയാ? എന്താ പറയാ? അകിടെന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ? അതിന് ഹിന്ദിയിൽ എന്താ പറയുന്നറിയോ? ധൻ. അതിന് ഹിന്ദിയിൽ എന്താ പറയാ? ധാസെ ധൻ. ഇംഗ്ലീഷിൽ അതിന് അഡർ എന്ന് പറയും. ഇംഗ്ലീഷിൽ അതിന് എന്ത് പറയും? അഡർ എന്ന് പറയും. ഹിന്ദിയിൽ അതിനെ പറയുന്നത് ധൻ. ഇനി എപ്പോഴും പാല് കറക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. ആ ഭാഗത്തിന് എന്താ പറയാ? ധൻ. അതിന്റെ പശുവിന്റെ അകിടിനെ എന്താ പറയാ? ധാസെ ധൻ. ഇംഗ്ലീഷിൽ അതിന് അഡർ എന്ന് പറയും. ഇനി അടുത്ത പിക്ചർ നോക്കൂ. എന്താണത്? നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നുണ്ടല്ലേ? ആ സാധനമാണ് പിക്ചറിൽ കാണുന്നത്. പക്ഷെ അത് ഇതിൽ കാണുന്നത് സ്റ്റീലിന്റെ ആണ്. നമ്മളുടെ വീട്ടിൽ ഫൈബറും പ്ലാസ്റ്റിക്കും അല്ലെ, അങ്ങനെ പല മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഈ സാധനം ഉണ്ട്. പക്ഷെ നമ്മൾ അതിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. എന്താണത്? പ്ലേറ്റ് ആണ് അല്ലേ? ആ പ്ലേറ്റിന് എന്താണെന്നറിയോ ഹിന്ദിയിൽ പറയാ? ഥാൽ. എന്താ പറയുന്നത്? ധാസെ ഥാൽ. പ്ലേറ്റ്. എന്താണ് പ്ലേറ്റിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ധാൽ. ധാസെ ധാൽ. ഇനി അടുത്തതൊന്ന് നോക്കൂ. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് കൂടുതലായിട്ടും ഈ സാധനത്തിന്റെ യൂസ് അല്ലെ? ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമുക്ക് ചൂടുവെള്ളം ആക്കാനും ചായയും കോഫിയും ഒക്കെ വാങ്ങിക്കാനും പാലൊക്കെ വാങ്ങിക്കാനും ഈ സാധനം നമ്മൾ ചൂടാറാതിരിക്കാൻ നമ്മൾ ഈ സാധനം ഉപയോഗിക്കാറുണ്ട് അല്ലേ? അതെന്താണത്? എല്ലാവർക്കും പരിചയമുണ്ട്. നിങ്ങളൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കിടക്കാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അമ്മ പാലാണെങ്കിലും ഒക്കെ ഇതിൽ വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അതൊന്ന് ഒഴിച്ചു തരാറുണ്ട് അല്ലേ? ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലാണ് വാങ്ങിച്ചു വെക്കുന്നത്. അതെന്താണത്? എന്താണ്? ഫ്ലാസ്ക് അല്ലേ? ഫ്ലാസ്കിന് എന്താന്ന് പറയാ ഹിന്ദിയിൽ പറയാ? ധർമസ്. എന്താണ് ഫ്ലാസ്കിനെ പറയുന്നത്? ധർമസ്. ധാസെ ധർമസ്. ഫ്ലാസ്ക്. എന്താണ്? ധാസെ ധർമസ്. ഫ്ലാസ്ക്. ഇനി അടുത്ത നോക്കൂ. നമ്മുടെ വീടൊക്കെ കെട്ടുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു താങ്ങായിട്ടൊരു സാധനം വെക്കും. എന്താണത്? വീടൊക്കെ പെട്ടെന്ന് പൊട്ടി വീഴാതെയൊക്കെ ഇരിക്കാനും പലവിടെയും നമ്മൾ ഈ സാധനങ്ങൾ കണ്ട് ബ്രിഡ്ജൊക്കെ കെട്ടുമ്പോൾ അവർ ആ ബ്രിഡ്ജൊക്കെ വീഴാതിരിക്കുന്ന അതിനൊരു താങ്ങ് പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. എന്താണത്? തൂണ് അല്ലേ? തൂണുകളൊക്കെ വെക്കാറില്ലേ? നിങ്ങൾ പാലമൊക്കെ കാണുമ്പോൾ പാലമൊക്കെ വീഴാതിരിക്കും പാലത്തിന്റെ അടിയിൽ തൂണുകളൊക്കെ കണ്ടിട്ടില്ലേ? അതിൽ ചില വീട്ടിലൊക്കെ ഉണ്ടായാലും ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ടില് സിറ്റൗട്ടിന്റെ അവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും പില്ലർ അല്ലേ? തൂണുകൾ വെച്ചിട്ടുണ്ടാവും. ആ വീടൊക്കെ താഴെ പെട്ടെന്നൊന്നും പൊട്ടി പോവാതിരിക്കാനും വീഴാതിരിക്കാനും അല്ലേ? ആ തൂണിനെ പില്ലറിനെ എന്താന്നറിയാം ഹിന്ദിയിൽ പറയാ? ധംബ്. എന്താ പറയാ? ധാസെ ധംബ്. ധംബ്. ധാസെ ധംബ്. പില്ലർ. അപ്പൊ ദാ വെച്ചിട്ടിരുന്ന വാക്കുകൾ നോക്കാം. നമുക്ക് വീണ്ടും ഒന്നുകൂടെ നോക്കാം. ധാസെ ധൻ. അഡർ. അകിട്. പിന്നെയോ ധാസെ ധാൽ. പ്ലേറ്റ്. പിന്നെയോ ധാസെ ധർമസ്. ഫ്ലാസ്ക്. അടുത്തോ ധാസെ ദംബ്. പില്ലർ. ഇനി പേജ് നമ്പർ 27ലും 28ലും ഈ പറയുന്ന തായും ധായും ഉള്ള ലെറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ മേലെ കൂടെ എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ തായും ധായും നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ ഓരോ പേജ് വീതം എഴുതി 1-2 പേജ് വെച്ച് എഴുതിയിട്ട് നിങ്ങളത് കാണാതെ തായും ധായും എഴുതാൻ പഠിക്കണം. ഓക്കെ?